നമസ്കാരം. ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ജോസ് സിനിമാ തിയേറ്ററിൽ. അപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന നമ്മുടെ ലാലേട്ടൻ്റെ ഇത്രയും വലിയൊരു ബ്രഹ്മാണ്ഡ സിനിമ ഇന്ന് കാലത്ത് 9 മണിക്കാണ് ടിക്കറ്റ് റിസർവേഷനൊക്കെ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് കോളിളക്കം സൃഷ്ടിച്ചിരിക്കുന്നു. ഇപ്പോൾ കാരണം വെച്ച് കഴിഞ്ഞാൽ പല സിനിമകളുടെ റെക്കോർഡ് ഭേദിച്ചുകൊണ്ടാണ് ഈ ഒരു സിനിമയുടെ ടിക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഓപ്പണിംഗ് കാണിച്ചിട്ട് ഒരു അരമണിക്കൂർ ആകുമ്പോഴേക്കും സിസ്റ്റം ഒരു അടിച്ചു പോയ ചില സ്ഥലങ്ങളുണ്ടെന്നുള്ളതാണ് റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രമാത്രം ടിക്കറ്റുകളാണ് ഓൺലൈനിലൂടെ ബുക്കിംഗ് വന്നത്. അതുപോലെ തന്നെ ബോക്സ് ഓഫീസിലൊക്കെ വന്നിട്ട് നേരിട്ട് ടിക്കറ്റുകൾ എടുത്തത്. ഇപ്പോൾ നിൽക്കുന്നത് ജോസ് തിയേറ്ററിലാണ്. നമുക്കറിയാം കേരളത്തിൽ തന്നെ ഏറ്റവും ആദ്യത്തെ തിയേറ്ററാണ് ജോസ് തിയേറ്റർ. അപ്പോൾ ഇതിപ്പോൾ വീണ്ടും റിനോവേഷനൊക്കെ ചെയ്ത് അവതാർ എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ് വീണ്ടും തിയേറ്റർ വന്നിരിക്കുന്നത്. അപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമ ഐമാക്സിൽ എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് പൃഥ്വിരാജ് ആ ഒരു സിനിമയുടെ അവസാനം കൊണ്ട് ഒരു ട്രെയിലറിൻ്റെ ലാസ്റ്റൊക്കെ കാണിക്കുന്നത്. അപ്പോൾ പൃഥ്വിരാജ് കാണിക്കുന്നത് പറഞ്ഞാൽ പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ ഇറങ്ങിയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഒരു ഇംഗ്ലീഷ് മൂവി കാണാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ ആ ഒരു വിഷ്വൽസിലാണ് എമ്പുരാൻ എന്ന് പറയുന്ന ഈ ഒരു മലയാള സിനിമ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ഒരു എക്സ്പീരിയൻസ് പ്രത്യേകിച്ച് തൃശ്ശൂരിൽ ജോസ് തിയേറ്ററിൽ കാണുകയാണെങ്കിൽ അത് വലിയൊരു ഗുഡായിരിക്കും എന്നുള്ളതാണ്. കാരണം ഒരുപാട് ഇംഗ്ലീഷ് മൂവികൾ കൂടുതൽ ഇപ്പോൾ ഫോക്കസ് ചെയ്യണത് തൃശ്ശൂർ ജോസ് എന്ന് പറയുന്ന ഈ തിയേറ്ററിലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു തിയേറ്ററിലെ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ പോലെ 70 mm സ്ക്രീനൊന്നല്ല, സ്ക്രീൻ വളരെ ചെറുതാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സീറ്റിങ്ങുകൾ കുറച്ചിട്ടുണ്ട്. പിന്നെ സൗണ്ട് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു അന്യായ സൗണ്ട് സിസ്റ്റമാണ് ഇപ്പോൾ പുതിയ ടെക്നോളജിയിൽ ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു തിയേറ്ററിൻ്റെ ഒരു ലൊക്കാലിറ്റിയിൽ അല്ലെങ്കിൽ ഈ ഒരു തിയേറ്ററിൻ്റെ ഫെസിലിറ്റീസിൽ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ നമുക്ക് ബോളിവുഡ് സിനിമ കാണുന്ന അതേ ഒരു ആംഗിളിൽ അല്ലെങ്കിൽ അതേ ഒരു ക്ലിയറിൽ അല്ലെങ്കിൽ അതേ ഒരു റാങ്കിൽ നമുക്ക് ഈ സിനിമ ജോസ് തിയേറ്ററിൽ കാണാനും ആസ്വദിക്കാനും സാധിക്കും എന്നുള്ളതിന് ഗ്യാരണ്ടിയാണ്. അപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമ ഇവിടെ ബുക്കിംഗ് ഇന്ന് കാലത്ത് 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതും ഏറ്റവും കൂടുതൽ ടിക്കറ്റ് പെട്ടെന്ന് പോയിട്ടുള്ള തൃശ്ശൂർ ജില്ലയിലെ തിയേറ്റർ ജോസ് തിയേറ്ററാണെന്നുള്ളതാണ് റെക്കോർഡിങ്ങിൽ വന്നത്. അത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ബുക്ക് മൈ ഷോയിൽ കാലത്ത് നോക്കുമ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ സോൾഡ് ഔട്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് വീഡിയോകൾ നമ്മൾ ജോസ് തിയേറ്ററിൽ വന്ന് ചെയ്തിട്ടുണ്ട്, പല സിനിമകളുടെയും റിപ്പോർട്ടുകൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ നമുക്ക് ആ മുന്നത്തെ വീഡിയോകൾ നിങ്ങളെടുത്ത് നോക്കുക എന്നുള്ളത് മാത്രം. ഓക്കെ, അപ്പോൾ ഒന്ന് എമ്പുരാൻ സിനിമയുടെ ടിക്കറ്റ് എത്ര ദിവസത്തേക്കാണ് ഇവിടെ പോയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ബോക്സ് ഓഫീസിൽ നമുക്ക് ഇവിടുത്തെ സ്റ്റാഫായിട്ടൊന്ന് സംസാരിച്ച് നോക്കാം. ഓക്കെ, നമസ്കാരം. അപ്പോൾ നമ്മുടെ ലാലേട്ടൻ്റെ ഏറ്റവും പുതിയ സിനിമ എമ്പുരാൻ്റെ ടിക്കറ്റ് ബുക്കിംഗ് ഇന്ന് കാലത്തോട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ തന്നെയാണ് ജോസ് തിയേറ്ററിലാണ് സോൾഡ് ഔട്ടായി എന്നുള്ള ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. എങ്ങനെയാണ്, എന്താണ് അഭിപ്രായം? അത് സത്യമാണ്. 9 മണിക്ക് തന്നെ ഒരു 10 മിനിറ്റിനുള്ളിൽ 27-ാം തീയതി ഇറങ്ങുന്ന ആ ഡേറ്റിനുള്ള എല്ലാ ഷോയും ഫില്ലായി കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു 4-5 ദിവസത്തേക്കുള്ളതും ഫില്ലാണ്. ഇത്രയും നല്ലൊരു റെസ്പോൺസ് വേറൊരു പടത്തിന് ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും തിരക്കുള്ള ഒരു ദിവസം അങ്ങനെ കണ്ടിട്ടില്ല. ഇതിന് മുമ്പ് വാരിസ് എന്ന് പറഞ്ഞൊരു സിനിമ വിജയുടെ വന്നിരുന്നു. അതിന് ഇതുപോലൊരു തിരക്കുണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാളും കൂടുതലായിട്ട് ഇന്ന് നല്ലൊരു ക്രൗഡ് ഉണ്ടായിരുന്നു. ഒക്കെ ഓൺലൈൻ ടിക്കറ്റാണ് കൂടുതലും ബുക്കായി പോയിട്ടുള്ളത്. പുഷ്പ, വാരിസ്, അതുപോലെ തന്നെ ലിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ലിയോ ആ പടങ്ങളൊക്കെ അതിനൊക്കെ ഇപ്പൊ കടത്തി വെട്ടിയിരിക്കുകയാണ് ഇപ്പൊ ഇത്. ഓക്കെ, അത്രമാത്രം തിരക്കായിരുന്നു ജോസ് തിയേറ്ററിൽ കാലത്ത്. ഓൺലൈനില് ആളുകള് ഓപ്പൺ ചെയ്യാൻ വേണ്ടി കാത്തിരുന്ന പോലെയായിരുന്നു. നമ്മള് 10 മിനിറ്റിനുള്ളിൽ നോക്കുമ്പോ എല്ലാം ഫില്ലായിട്ടാണ്. ഇപ്പൊ ഏകദേശം എത്ര ദിവസത്തേക്കുള്ള ടിക്കറ്റ്? ഇപ്പൊ നമുക്കൊരു 5 ദിവസത്തേക്കുള്ളത് ഏകദേശം ഫില്ലായി. അതെ, ഓക്കെ. അപ്പൊ ഗംഭീര ഒരു തിരിച്ചുവരവായിരിക്കും ലാലേട്ടൻ എന്നുള്ളതാണ് ആ ഫാൻസ് പവർ കാണിച്ചിരിക്കുന്നത്. എല്ലാവരും വലിയൊരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. അത് ആ പ്രതീക്ഷ ഇനി ഒരു 100 ദിവസം കളിക്കാനുള്ള ഒരു അവസരം എല്ലാ തിയേറ്ററുകാർക്കും കിട്ടട്ടെ. ലാലേട്ടന്റെ കുറച്ച് പടങ്ങളൊക്കെ കുറച്ച് ഫ്ലോപ്പ് ആയിരുന്നു, ഒരു ആവറേജ് റേഞ്ചിലെ പോയിണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ക്ഷീണം ഈ ഒരു സിനിമയിലൂടെ തീർക്കും എന്നുള്ള വിശ്വാസം തന്നെയാണല്ലോ. അതെ, എല്ലാവർക്കും അങ്ങനെ ഒരു പ്രതീക്ഷയാണ്. ഒരു 100 ദിവസം എല്ലാ തിയേറ്ററിലും പോണം എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ്. താങ്ക് യു. ഓക്കെ, വെൽക്കം.